അടുത്ത ചോദ്യം ഇങ്ങനെയുള്ള ഒരു ചോദ്യം മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പലർക്കും തെറ്റിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഒന്നുകിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ജസ്റ്റ് പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നിട്ട് അതിന്റെ ഒരു പോളിനോമിയൽ പോലെ തന്നിട്ട് അത് കണ്ടുപിടിക്കാനായിരിക്കും. ചില പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും തന്നിട്ടുള്ളൂ. അപ്പോൾ എക്സിനകത്ത് ആ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇട്ട് കൊടുത്തു വേണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചാടിക്കേറി എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിലെ എല്ലാ എലമെന്റ്സിന്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചെയ്തിരുന്നതാണ് അല്ലെ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ ടൈംസ് എ ആണ്. അപ്പൊ അത് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ജസ്റ്റ് മുകളിൽ തന്നെ ഒന്ന് എഴുതി വെക്കാമേ. എ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ എന്ന് പറയുന്നത്, എ സ്ക്വയർ അവിടെ വെക്കട്ടെ. നമുക്ക് ആദ്യം ഐ ഒന്ന് എഴുതി വെക്കാം. ഇവിടെ നമുക്ക് ഐ ആവശ്യമുണ്ട്. ഐ ഏതായിരിക്കും വരുന്നത്, ഐ വരുന്നത് എന്താണ്, 3x3 മെട്രിക്സ് ആണ്. സോ ഐ എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. 0 1 0 0 0 1 0 0 0 1 ഇതായിരിക്കും നമ്മളുടെ ഐ എന്ന് പറയുന്ന മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി എന്താണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ ടൈംസ് എ ആണ്. എ എന്താണ് 2 0 1 2 1 3 1 -1 0 ടൈംസ്, ഓക്കെ സെയിം ടൈംസ് എന്ത് വരും, 2 0 1 2 1 3 1 -1 0 എന്ത് കിട്ടും നോക്കിക്കേ. 2 times 2 4 0 times 0 0 times 2 0 1 times 1 1 so 4 plus 1 5 വരും. ഓക്കെ, അടുത്ത എങ്ങനെ വരും, 2 times 0 0 0 times 1 0 1 times -1 -1. അടുത്ത 2 times 1 2 0 times 3 0 1 times 0 0 so അവിടെ എന്ത് വരും, 2 വരും. ഓക്കെ, ഇനി അടുത്ത് 2 times 2 4 1 times 2 2 3 times 1 3 so 4 plus 2 6 6 plus 3 9. അടുത്ത് 2 times 0 0 1 times 1 1 3 times -1 -3 അപ്പൊ അതെങ്ങനെ വരും, 1 plus -3 1 -3 എത്രയാ, -2. അടുത്ത് 2 times 1 2 1 times 3 3 അപ്പം 2 times 1 plus 1 times 3 എത്ര വരും, 2 plus 3 5 വരും. 3 times 0 0 so 5 വരും. അടുത്തത് 1 times 2 2 -1 times 2 -2 so 2 -2 0 1 times 0 0 so 0. 1 times 0 0 -1 times 1 -1 0 times -1 0 so -1. 1 times 1 1 -1 times 3 -3 0 times 0 0 so 1 -3 1 -3 എത്രയാ, -2. സോ നമുക്ക് ഇവിടെ എ സ്ക്വയർ കിട്ടി എന്താണ്, 5 -1 2 9 -2 5 0 -1 -2. ഓക്കെ, അപ്പൊ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എ സ്ക്വയർ -5a + 6i. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 5a കൂടെ കണ്ടുപിടിച്ച് വെക്കാം. 5a എത്ര വരും, 5a എന്ന് പറയുന്നത് 5 times a ആണ്. a ഇതാണ്. സോ എല്ലാ എലമെന്റ്സിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 10 0 5 10 5 15 ഓക്കെ 5 -5 0. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 6i, ഇവിടെ നമുക്ക് ഡയറക്റ്റ് 6i കണ്ടുപിടിക്കാം. അപ്പൊ ഈ i 1 വന്നിടത്തൊക്കെ എന്ത് വരും, 6 വരും. 1 വന്നിടത്തൊക്കെ എന്ത് വരും, 1 വന്ന എല്ലായിടത്തും 6 വരും. ഇറ്റ് വിൽ ബി എ സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 6i എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ എലമെന്റ് ഒന്ന് കണ്ടുപിടിക്കാം. സോ എ സ്ക്വയർ -5a + 6i എങ്ങനെ വരും, മെട്രിക്സ് എ സ്ക്വയർ എന്താണ്, ഇതേ മൈനസ് ഇതേ പ്ലസ് 6i. ഓക്കെ, സോ അതിന്റെ എലമെന്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. സോ 5 - 10 + 6. ഓക്കെ, 5 - 10 + 6. അടുത്ത് -1 -0 + 0 സോ -1 -0 + 0 അത് നമുക്ക് 0 നമുക്ക് എഴുതാൻ നിൽക്കണ്ട. സോ അത് -1 വരും. അടുത്ത്
2 minus 5 plus 0. 2 minus 5. അടുത്ത എങ്ങനെ വരും? 9 minus 10 plus 0. 9 minus 10 വരും. അടുത്ത എലമെന്റ് എങ്ങനെ വരും? -2 minus 5 plus 6. -2 minus 5 plus 6. ഓക്കെ, അടുത്ത എങ്ങനെ വരും? 5 minus 15 plus 0. 5 minus 15. ഇവിടെ എങ്ങനെ വരും? 0 minus 5 plus 0. 0 minus 5 minus 5. ഓക്കെ, plus 0 0. Okay, -1 minus of minus plus. Okay, so -1 plus 5 -1 plus 5 plus 0. So -2 minus 0 -2 plus 6. Okay, ഇതാണ് കിട്ടുന്നത്. ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 minus 10 minus 5 minus 5 plus 6 1. Okay, so 1 minus 1, 2 minus 5 minus 3, 9 minus 10 minus 1, minus 2 minus 5 minus 7, minus 7 plus 6 minus 1. Okay, 5 minus 15 minus 10, minus 5, minus 1 plus 5 4, minus 2 plus 6 4. ഓക്കെ, സോ നമുക്കപ്പോൾ ആൻസർ ആയിട്ട് എന്താണ് കിട്ടുന്നത്? ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ആക്ച്വലി ഇത് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അത് എടുത്ത് എഴുതിയിട്ട് വേണം ഈ ഒരു വരി എഴുതാൻ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അത് എഴുതി പോയിന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a³ മൈനസ് 6a² പ്ലസ് 7a പ്ലസ് 2i ഈക്വൽ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ എന്ത് പ്രൂവ് ചെയ്യണം? a³ മൈനസ് 6a² പ്ലസ് 7a പ്ലസ് 2i ഈക്വൽസ് 0 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ ഓരോരുത്തരെയും കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? a² a³ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം a² കണ്ടുപിടിക്കാം. a² will be nothing but a times a 1 0 2 0 2 1 2 0 3. ഓക്കെ, എങ്ങനെ വരും? ടൈംസ് 1 0 2 0 2 1 2 0 3. ഓക്കെ, ചെയ്ത് നോക്കാം. 1 times 1 1 0, 2 times 2 4. So 1 plus 4 5. Okay, 1 times 0 0 0 0. Okay അല്ലേ? 0 0 0. 2 0 6. 2 plus 6 8. ഓക്കെ, അടുത്ത് വിടാം. 0 0 2. അടുത്ത് എന്ത് വരും? 0 4 0. ഓക്കെ, അടുത്ത് 0 2 3 5. അടുത്ത് എങ്ങനെ വരും? 2 0 6 8. അടുത്ത് എങ്ങനെ വരും? 0 0 0. 4 0 9. 4 plus 9 13. ഓക്കെ, സോ നമുക്ക് a² എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്നത്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? a³ കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കണം? a³ എന്തായിരിക്കും? a³ എന്ന് പറയുന്നത് a ടൈംസ് a² ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ a ടൈംസ് a² എന്ന് എഴുതാം, അല്ലെങ്കിൽ a² ടൈംസ് a എന്ന് എഴുതാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. സോ a ടൈംസ് a². നമുക്കിവിടെ ആ ഒരു ഓർഡർ എങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ അത് വെച്ച് a³ എന്ന് എഴുതാൻ പോവുകയാണ്. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? a² ടൈംസ് a അല്ലെങ്കിൽ a ടൈംസ് a² എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയിട്ട് അതിന്റെ രണ്ടും കൂടെ മൾട്ടിപ്ലിക്കേഷന്റെ മെട്രിക്സുകൾ എഴുതിയിട്ട് ചെയ്തു വെക്കണം. ഓക്കെ, ഞാനിവിടെ തൽക്കാലം അതിന് എഴുതി പോവുകയാണ്. നമുക്കിവിടെ അത് എഴുതിയത് അടുത്തടുത്ത് തന്നെ കിടക്കുന്നുണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. 1 times 5 5 0 16. 5 plus 16 21. ഓക്കെ, 0 0 0. 8 0 26. Okay, 0 4 8. 0 4 8 അല്ലേ? 0 4 8. 0 8 0. 0 10 13.
ഓക്കെ, അത് കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ നമ്പേഴ്സ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കൂട്ടിയാണ് എഴുതുന്നത്. നിങ്ങൾ ആ നമ്പേഴ്സ് എഴുതി ഒരു സ്റ്റെപ്പും കൂടെ എഴുതി വേണം കൂട്ടാനേ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ജസ്റ്റ് നമ്പേഴ്സ് പറയുമ്പോൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട് കേട്ടോ. സോ 10 0 24 0 0 0 16 0 39. Okay, 16 അല്ലേ, so 39 plus 16 45 55. ഓക്കെ, ഇനി അടുത്തെന്താണ്? അപ്പൊ നമ്മളിവിടെ എ സ്ക്വയറും കണ്ടുപിടിച്ചു, എ ക്യൂബും കണ്ടുപിടിച്ചു. ഇനി 7a-യും 2a-യും അതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആ 7a-യും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. അല്ലെ, 7a നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ചെയ്തു പോവാം കേട്ടോ. 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 0 0 0 2 0 0 0 2 ആണ്. ഞാൻ അത് എടുത്ത് എഴുതാൻ വേണ്ടി നിൽക്കുന്നില്ല, കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്പേസ് ഒത്തിരി പോവും. സോ നമുക്ക് ജസ്റ്റ് അത് ഞാൻ പറഞ്ഞങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i. എങ്ങനെ വരും? 6a ക്യൂബ്. എ ക്യൂബ് എന്താണ്? ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് എഴുതി തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് എന്ത് വരും? 21 0 34 12 8 23 34 0 55. ഇതാണ് എ ക്യൂബ്. മൈനസ് ഓക്കെ 6a സ്ക്വയർ. 6a സ്ക്വയർ എന്ത് വരും? 30 0 48 12 24. നമ്മൾ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 30 8 48 0 6 times 13. 6 times 13 എത്ര വരും? 18 178. ഓക്കെ, സോ 6a സ്ക്വയർ ആയി പ്ലസ് 7a പ്ലസ് 7a. 7a എന്താണ് വരുന്നത്? നോക്കിക്കേ, 7 ടൈംസ് a ആണ് 7 0 14. ഓക്കെ, 0 14 7 14 0 21. അടുത്തെന്താണ്? പ്ലസ് 2i. പ്ലസ് അപ്പൊ എന്ത് വരും? 2i വരും. സോറി 2i വരും. 2i എന്താണ്? 2 0 0 0 2 0 0 0 2. ഓക്കെ, ഇതാണ് 2i വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നോക്കിക്കേ, 21 മൈനസ് 30. 21 മൈനസ് 30 എത്ര വരും? 9. മൈനസ് 9. മൈനസ് 9 പ്ലസ് 7 പ്ലസ് 2 എത്രയാ? 9. മൈനസ് 9 പ്ലസ് 9 എന്ത് വരും? 0. ഓക്കെ, അടുത്ത് 0 മൈനസ് 0 0 പ്ലസ് 0 പ്ലസ് 0. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ജസ്റ്റ് സബ്ട്രാക്റ്റും ചെയ്യാം, ഇത് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് 2 സ്റ്റെപ്പായിട്ടൊന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും. 21 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് 9 പ്ലസ് 7 പ്ലസ് 2 9. ഓക്കെ, ഇനി അടുത്ത് 0 മൈനസ് 0 0 പ്ലസ് എന്ത് വരും? 0. അടുത്ത് 34 മൈനസ് 48. 34 മൈനസ് 48 എത്രയാ? 14 ആണ്. മൈനസ് 14 ആണ്. സോ മൈനസ് 14 പ്ലസ് ഇവിടെ എന്തുണ്ട്? 14 പ്ലസ് 0 14. അടുത്ത് താഴോട്ട് എങ്ങനെ വരും? 12 മൈനസ് 12 0. ഓക്കെ, 0 പ്ലസ് 0 0. അടുത്ത് 8 മൈനസ് 24. 8 മൈനസ് 24 എത്രയാ? 16 ആണ്. മൈനസ് 16 ആണ്. ഓക്കെ, പ്ലസ് 14 പ്ലസ് 2. 14 പ്ലസ് 2 എത്രയാ? അതും 16 ആണ്. സോ മൈനസ് 16 പ്ലസ് 16 വന്നു. അടുത്ത് 23 മൈനസ് 30. 23 മൈനസ് 30 എത്രയാ? മൈനസ് 7. ഇവിടെ എന്തുണ്ട്? പ്ലസ് 7 പ്ലസ് 0 എന്താണ്? 7. സോ പ്ലസ് 7. അടുത്ത് 34 മൈനസ് 48. 34 മൈനസ് 48 എത്രയാ? 14. മൈനസ് 14 ആണ്. പ്ലസ് ഇവിടെ എന്തുണ്ട്? 14 ഉണ്ട്. സോ പ്ലസ് 14. അടുത്ത് 0 മൈനസ് 0 0 പ്ലസ് 0 പ്ലസ് 0 0. അടുത്ത് 55 മൈനസ് 78. 55 മൈനസ് 78 എത്രയാ? മൈനസ് 23 ആണ്. ഓക്കെ, സോ മൈനസ് 23 പ്ലസ് ഇവിടെ എന്ത് വരും? 21 പ്ലസ്
2. 21 plus 2 എത്രയാ? 23. എങ്ങനെ വരും? minus 9 plus 9 0 0 0. ഓക്കെ, 0 0 0 0 0 0. നമ്മളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സീറോസ് ആണ് കിട്ടുന്നത്. സോ 0 0 0 0 0 0 is equal to nothing but 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈസി ആയിട്ട് ആ ഒരു ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ ഓരോന്നും തന്നിരിക്കുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോന്നും നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എഴുതി പോയിട്ട് നമുക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് എ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈക്വൽസ് കെ എ മൈനസ് 2i. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. എ സ്ക്വയർ ഈക്വൽസ് എ ടൈംസ് എ ആണ്. ഓക്കെ, എ ടൈംസ് എ എത്രയാണ്? 3 minus 2 4 minus 2 3 minus 2 4 minus 2. എങ്ങനെ വരും? 3 times 3 9 9 minus 8 9 minus 8 1. ഓക്കെ, അടുത്ത് 3 times minus 3 minus 2 minus 6 minus 6 plus 4 minus 6 plus 4 എത്ര? minus 2. ഓക്കെ, അടുത്ത് ഇവിടെ 3 times 4 times 3 12 minus 8 12 minus 8 4 minus 8 plus 4 minus 8 plus 4 എത്ര വരും? minus 4. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയർ കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ഈക്വൽസ് കെ എ മൈനസ് 2i എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ എ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? കെ എ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2i ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? പ്ലസ് 2i. ഓക്കെ, അപ്പൊ നമുക്ക് കെ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2i എന്ന് എഴുതാം. അപ്പൊ അതെങ്ങനെ വരും? എ സ്ക്വയർ എന്താ നമുക്ക് ഇവിടെ നിന്ന് അറിയാം? 1 minus 2 4 minus 4 പ്ലസ് 2i എന്താണ്? 2002. എത്ര കിട്ടും? നോക്കിക്കേ, 3 minus 2 4 minus 2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കെ എ ഈക്വൽസ് 3 minus 2 4 minus 2 എന്ന് തന്നെ കിട്ടി. എയുടെ വാല്യൂ അല്ലേ അത്? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? കെ എ ഈക്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കെ എ തന്നെ ഇട്ടെടുക്കാം. എ അകത്തോട്ട് എടുത്താൽ കെ ടൈംസ് എയുടെ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് അകത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? 3k minus 2k 4k minus 2k ഈക്വൽസ് 3 minus 2 4 minus 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് പറയാം? 3k ഈക്വൽസ് 3. സോ നമുക്കിവിടെ k എന്തായാലേ പറ്റുള്ളൂ? k ഷുഡ് ബി 1. ഓക്കെ, അടുത്തത് എ തന്നിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ പ്ലസ് എ ഈക്വൽസ് ഐ മൈനസ് എ ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ ആണെന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഐ പ്ലസ് എ ചെയ്തു നോക്കാം. ഓക്കെ, ഐ പ്ലസ് എ എന്താണ്? ഐ പ്ലസ് എ എൽ എച്ച് എസ്. ഓക്കെ, എൽ എച്ച് എസ് ഐ പ്ലസ് എ എന്താ സൂചിപ്പിക്കുന്നത്? ഐ പ്ലസ് എ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഓർഡർ 2. സോ 1 0 0 1 ആണ്. പ്ലസ് എ നമുക്ക് ചെയ്യുമ്പോൾ 1 plus 0 1 0 plus minus tan alpha by 2 minus tan alpha by 2. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും? tan alpha by 2 തന്നെ ആയിരിക്കും. ഇവിടെ 1 0 plus 1 1 ആയിരിക്കും. ഇനി അടുത്ത് എന്തും കൂടെ കണ്ടുപിടിക്കാം? ഐ മൈനസ് എയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കാം? ഐ മൈനസ് എ. ഐ മൈനസ് എ എന്താണ് കാണിക്കുന്നത്? ഐ മൈനസ് എ എന്ന് പറയുന്നത് നമ്മൾ ഈ മെട്രിക്സ് ആണ്. സോ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 1 0 0 1. സോ 1 minus 0 1 0 minus minus tan alpha by 2 tan alpha by 2 0 minus tan alpha by 2 minus tan alpha by 2 1 minus 0 1. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യുക? ഇതിന് ഇതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ,
So I minus a times cos alpha minus sin alpha cos alpha. So നമുക്കിവിടെ ഇത് ആ ഒരു മോഡലിലോട്ട് നമുക്ക് എഴുതാൻ നിൽക്കാം. ഓക്കെ, ഇതെങ്ങനെ വരും? ഈക്വൽ ടു 1 tan alpha by 2 minus tan alpha by 2 1 times cos alpha minus sin alpha cos alpha. ഓക്കെ, ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നോക്കിക്കേ, 1 times cos alpha times plus tan alpha times sin alpha. Sin alpha നമുക്ക് എങ്ങനെ എഴുതാം? Sin alpha നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്ത്? Sin alpha നമുക്ക് sin alpha equal to sin alpha is nothing but 2 sin alpha by 2 cos alpha by 2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ tan alpha by 2 എന്താണ്? tan alpha by 2 എന്ന് പറഞ്ഞാൽ sin alpha by 2 by cos alpha by 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സോ tan alpha by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്ത് വരും? sin alpha by 2 cos alpha by 2 ടൈംസ് എന്ത് വരും? sin alphയ്ക്ക് വരും എന്ത് എഴുതാം? 2 sin alpha by 2 cos alpha by 2. ഓക്കെ, ഇനി അടുത്ത് മൈനസ് സൈൻ ആൽഫ. ഓക്കെ, സോ നമുക്ക് അടുത്ത ടൈം എങ്ങനെ വരും? അപ്പൊ നമുക്ക് ഇത് ഇവിടെ താഴോട്ട് എഴുതാമേ. ഇവിടെ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിട്ട് ഇവിടെ എഴുതാം, എന്നിട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് താഴോട്ട് എഴുതാം. അപ്പൊ ഇതെങ്ങനെ വരും? ജസ്റ്റ് ഒന്ന് എഴുതാം. കോസ് ആൽഫ മൈനസ് ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ. ഓക്കെ, മൈനസ് അല്ല പ്ലസ് ആണ്. ഓക്കെ, അടുത്തിനി എന്താണ്? മൈനസ് സൈൻ ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. ഓക്കെ, അടുത്ത് എങ്ങനെ വരും? മൈനസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ. ഓക്കെ, അടുത്ത് മൈനസ് സൈൻ ആൽഫ, മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2 പ്ലസ് എന്ത് വരും? കോസ് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഇവിടെ വരുമ്പോ എങ്ങനെ വരും? നോക്കിക്കേ. സോ കോസ് ആൽഫ ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2, അത് നമുക്ക് അങ്ങനെ എഴുതാം. എന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന കോസ് ആൽഫയും ക്യാൻസൽ ചെയ്യും. 2 സൈൻ ആൽഫ സ്ക്വയർ ബൈ 2 എന്നുള്ള മോഡലിൽ വരും. ഓക്കെ, കോസ് ആൽഫ നമുക്കറിയാം കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ കോസ് ആൽഫ എങ്ങനെ എഴുതാം? കോസ് ആൽഫ ഈക്വൽസ് 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. നമുക്ക് അത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? കോസ് ആൽഫ എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് ഇവിടെ എങ്ങനെ വരും? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, സൈൻ ആൽഫ എങ്ങനെ എഴുതാം? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫയും വെട്ടിപ്പോകും. ഓക്കെ, അവിടെ -2 ഉണ്ട്. സോറി. ഓക്കെ, കോസ് ആൽഫ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. സോ ഇവിടെയും 2 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്, ഇവിടെ -2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. സോ 1 മൈനസ് -2 സൈൻ സ്ക്വയർ ആൽഫയും പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫയും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? 1 നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഇനി അടുത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ആൽഫ. മൈനസ് സൈൻ ആൽഫയ്ക്ക് വരും നമുക്ക് എന്ത് എഴുതാം? സൈൻ ആൽഫയ്ക്ക് വരും 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. സോ മൈനസ് സൈൻ ആൽഫയ്ക്ക് വരും എന്ത് എഴുതാം? -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, ഇനി അടുത്ത്
പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഓക്കെ, ടൈംസ് ഓക്കെ അകത്തോട്ട് എന്തുണ്ട്? കോസ് ആൽഫ. കോസ് ആൽഫയ്ക്ക് നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. അതുപോലെ കോസ് ആൽഫയ്ക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? കോസ് ആൽഫ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1 ഉണ്ട്. ഓക്കെ, കാരണം നമുക്കിവിടെ സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അപ്പോൾ ആ കോസ് വെട്ടിപ്പോകണമെങ്കിൽ അവിടെ കോസ് സ്ക്വയർ ആൽഫ ബൈ 2. അപ്പോൾ കോസ് സ്ക്വയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളെ വേണം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ജസ്റ്റ് ഇവിടെ എന്ത് വരും? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1 വരും. ഈ ടാനിനെ നമുക്ക് എന്ത് ചെയ്യാം? അകത്തോട്ട് എടുക്കാം. ഞാൻ അതും കൂടെ ചേർത്ത് ഇവിടെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടാൻ അകത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ ഇവിടെയും ടാൻ മൾട്ടിപ്ലൈ ചെയ്യാം, അവിടെയും ടാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ടാനിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, സോ സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 മൈനസ് ഇവിടെ നമുക്ക് എന്താ എഴുതാം? ടാൻ ആൽഫ ബൈ 2 തന്നെ എഴുതാം, കാരണം അത് സെപ്പറേറ്റ് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫ ബൈ 2ഉം ഇവിടുത്തെ കോസ് സ്ക്വയറിൽ നിന്ന് ഒരു കോസും വെട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. അതും ക്യാൻസൽ ആയി പോയി. എന്നിട്ട് എന്ത് ബാക്കിയാകും? മൈനസ് ടാൻ ആൽഫ ബൈ 2 ബാക്കിയാകും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ഉള്ളത്? നമുക്കിനി അടുത്ത് നോക്കാം. ഇവിടെ മൈനസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. ഇവിടെ നമുക്ക് സെയിം ഇതേ മോഡലിന് തന്നെയാണ്. ഓക്കെ, മൈനസ് നോക്കിക്കേ, ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. അതെന്താ എഴുതിയത്? 2 സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2. അതിൻ്റെ കൂടെ എന്തുണ്ടൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാകും? മൈനസ് സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ടൈംസ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2. ഓക്കെ, ഇവിടെ നമുക്കുള്ള സെയിം സാധനം, അതേ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ അതിനെന്താണ്? ഒരു നെഗറ്റീവ് ആണുള്ളത്. സോ അതിൻ്റെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ചിഹ്നങ്ങൾ മാറ്റി എഴുതാം. ഓക്കെ, പ്ലസ് ടാൻ ആൽഫ ബൈ 2. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പ്ലസ് സൈൻ ആൽഫ ബൈ 2. സൈൻ ആൽഫ എങ്ങനെ എഴുതാം? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അപ്പോൾ പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, അടുത്ത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2. അതല്ലേ ഇത്? ഇവിടെ അതെങ്ങനെയാ വന്നേ? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ടൈംസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ടൈംസ് സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2. ഓക്കെ, പ്ലസ് എന്തുണ്ട്? കോസ് ആൽഫ എങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. സോ പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും നോക്കിക്കേ. ഇവിടെ നിന്ന് കോസ് ആൽഫ ബൈ 2ഉം കോസ് സ്ക്വയറിന്നൊരു ഇതും വെട്ടിപ്പോകും. അതുപോലെ ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫ ബൈ 2ഉം കോസ് ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? അത് നമുക്ക് അടുത്തൊരു സ്ലൈഡിലായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ RHS ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സ്ലൈഡിൽ നമുക്കത് എഴുതാം. സോ നമ്മളുടെ ഇതാണ്. സോ നമ്മളുടെ ഇവിടെ എന്താണുള്ളത്? RHS. ഒരു കാര്യം ഞാൻ ജസ്റ്റ് അതിന് ഇങ്ങോട്ടൊന്നെടുത്ത് പേസ്റ്റ് ചെയ്യാം കേട്ടോ. RHS ഇംപ്ലൈസ്. RHSൽ എഴുതിക്കൊണ്ടിരിക്കുന്ന RHS ഇംപ്ലൈസ് എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? അത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. സോ നമുക്കിപ്പം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് അപ്പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ നമുക്ക് RHS കിട്ടിയ എന്താണ്? ഈ ഒരു സാധനമാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. എങ്ങനെ വരും? ഈക്വൽ ടു ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോയി? കോസ് ആൽഫ ബൈ 2ഉം കോസ് ആൽഫ ബൈ 2ഉം വെട്ടിപ്പോയി. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇവിടെ എന്താണ് നോക്കിക്കേ. ഇവിടെ നമുക്ക് കിട്ടും -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 ഉണ്ട്.
കോസ് ആൽഫ ബൈ 2 ഉണ്ട്. കൂട്ടത്തിൽ എന്തുണ്ട്? മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇവിടെ എന്താ ഉള്ളേ? നമുക്ക് നോക്കിയാൽ അറിയാം, കോസ് സ്ക്വയറും കോസും വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2. സോ -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 പ്ലസ് എന്തുണ്ട്? പ്ലസ് ഇവിടെ ഈ സാധനം ഉണ്ട്, അതെന്താണ്? പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. പ്ലസ് ടാൻ ആൽഫ ഉണ്ട്, ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇപ്പുറത്ത് എന്താ ഉള്ളത്? 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്, ആൽഫ ബൈ 2 ഉണ്ട്. പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും നോക്കിക്കേ. -2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആകും. അതുപോലെ ഇവിടെ നിന്ന് ഏതൊക്കെ വെട്ടിപ്പോകും? -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2ഉം പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ അതുപോലെ ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ക്യാൻസൽ ആകും. ഇവിടെ നിന്ന് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം -2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആകും. ബാക്കി എന്തൊക്കെയാ ഉള്ളത്? ഈക്വൽ ടു നോക്കിക്കേ 1 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് കുറച്ച് നീക്കി എഴുതാം. ഓക്കെ, മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? ടാൻ ആൽഫ ബൈ 2 ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? 1. ഓക്കെ, നോക്കിക്കേ. അപ്പം നമുക്ക് RHS സോൾവ് ചെയ്ത് തന്നപ്പോൾ എന്ത് കിട്ടി? 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1 കിട്ടി. ഇതാണോ നമ്മളുടെ LHS നമുക്ക് ഇവിടെ കിട്ടുന്നത്? I+A എന്ന് പറയുന്ന. സോ നമുക്ക് അതിന് LHS ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോൾ നമുക്ക് LHS എന്തെന്നാ കിട്ടിയേ? 1 മൈനസ് ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1. സെയിം അല്ലേ നമുക്ക് ഇവിടെ RHS കിട്ടിയിരിക്കുന്നത്? യെസ്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 LHS ഈക്വൽസ് RHS എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മളിവിടെ ജസ്റ്റ് ആദ്യം LHS എടുത്തു. LHS നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? RHS എടുത്തു. RHS നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ RHS നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. ആദ്യം I-A കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതാണ് നമ്മുടെ RHS. സോ RHS ഇംപ്ലൈസ്, ഓക്കെ, RHS എന്താ പറഞ്ഞേ? I-A ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആവശ്യമുള്ള നമ്മൾ യൂസ് ചെയ്ത ഫോർമുലാസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തൊക്കെ ഫോർമുലാസ് ആണ് ട്രിഗണോമെട്രിയിൽ +1 പഠിച്ചിട്ടുള്ള ഏതൊക്കെ ഫോർമുലാസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോർമുലാസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് എന്തിലോട്ടെത്തി? 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇതെന്താണ്? നമ്മളുടെ LHS ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? LHS ഈക്വൽസ് RHS എന്ന് നമുക്ക് പറയാൻ പറ്റി. ഓക്കെ,